ഇനി നികുതിയേതര വരവിലേക്ക് വന്നാലോ മുൻകാല റെക്കോർഡുകളെ ഭേദിക്കുന്ന തനത് വരുമാന വളർച്ചയാണ് സംസ്ഥാനത്തുണ്ടാകുന്നത്. 2020-21 നമ്മുടെ തനത് നികുതി വരുമാനം 47,661 കോടി രൂപയാണ്. 2021-22 58,350 2022-23 71,968 കോടി രൂപയായും അത് ഉയർന്നു. നടപ്പ് വർഷം അവസാനത്തിൽ ഇത് 78,000 കോടി രൂപയിലധികമായി വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സർ, അടുത്ത ധനകാര്യ വർഷം അവസാനിക്കുമ്പോഴേക്കും 2020-21 അപേക്ഷിച്ച് കേരളത്തിലെ തനതു നികുതി വരുമാനം ഏകദേശം ഇരട്ടിയാകുമെന്നത് നിസ്തർക്കമാണ്. കേവലം 4 വർഷക്കാലം കൊണ്ട് നികുതി വരുമാനം ഇരട്ടിയാക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വപ്നതുല്യമായ നേട്ടമാണ് എന്നല്ലേ കാണേണ്ടത്. നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥരെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. എന്നാൽ നികുതി വരുമാനം ഇനി ഉയർത്താൻ കഴിയുമെന്നാണ് സർക്കാരിൻ്റെ അഭിപ്രായം. IGST സെറ്റിൽമെൻറ്റിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ തലത്തിലെ സാങ്കേതിക പിഴവുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്താൽ നികുതി വരുമാനം ഇനിയും വർദ്ധിപ്പിക്കാനാവും. സർ, തനത് നികുതി പിരിവിൽ ഇത്രയധികം വർധനയുണ്ടായെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ധനപ്രതിസന്ധി? കേന്ദ്രം പിരിച്ചെടുക്കുന്ന നികുതിയിൽ നിന്നും കേരളത്തിന് അവകാശപ്പെട്ട നികുതി വിഹിതം കൂടി ഉൾപ്പെടുന്നതാണ് നമ്മുടെ ആകെ നികുതി വരുമാനം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ഫൈനാൻസസ് റിപ്പോർട്ടിൽ അതിൻ്റെ കണക്കുകൾ കൊടുത്തിട്ടുണ്ട്. 2021-23 കണക്കനുസരിച്ച് 65 രൂപ സംസ്ഥാനം പിരിച്ചെടുത്താൽ 35 രൂപ കേന്ദ്രം തരും എന്നതാണ് ദേശീയ ശരാശരി. പക്ഷേ കേരളം 79 രൂപ തനത് നികുതി വരുമാനം പിരിച്ചെടുക്കുമ്പോൾ കേന്ദ്രം തരുന്നത് 21 രൂപയാണ്. അതായത് 100-ൽ 21 രൂപ മാത്രമാണ് ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ അനുസരിച്ച് കേന്ദ്രത്തിൻ്റെ സംഭാവന. സർ, ഉത്തർപ്രദേശിന് ഇത് 100-ൽ 46 രൂപ കേന്ദ്രം നൽകുന്നു. ബീഹാറിന് 100-ൽ 70 രൂപ കേന്ദ്രം നൽകുന്നു. കേരളീയരോടുള്ള കേന്ദ്ര അവഗണനയ്ക്ക് RBI കണക്കുകളേക്കാൾ മെച്ചപ്പെട്ട തെളിവ് വേണോ? സർ, കേന്ദ്രം പിരിച്ചെടുത്ത് സംസ്ഥാനങ്ങൾക്ക് വീതം വെച്ച് നൽകുന്ന നികുതിയുടെ ഡിവിസിബിൾ പൂളിലെ കേരളത്തിൻ്റെ ഓഹരി 10ാം ധനകാര്യ കമ്മീഷൻ കാലത്ത് 3.87% അത് 14ാം ധനകാര്യ കമ്മീഷനിൽ 2.5% ആയും 15ാം കമ്മീഷൻ്റെ ശുപാർശയിൽ 1.92% ആയും കുറഞ്ഞു. ഇതിൻ്റെ ഫലമായി 10,000 കോടി രൂപ കേരളത്തിന് നഷ്ടമായ കാര്യം ഇപ്പോൾ നാട്ടിലെല്ലാവർക്കും അറിയാം. ഇത് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. കേരളം വികസന നേട്ടങ്ങളുടെ പേരിലാണ് ശിക്ഷിക്കപ്പെടുന്നതെന്നും സർവർക്കും അറിയാം. ഉയർന്ന പ്രതിശീർഷ വരുമാനത്തിൻ്റെ പേരിലും ജനസംഖ്യാ വളർച്ച നിയന്ത്രിച്ചതിൻ്റെ പേരിലും കേരള ജനത ശിക്ഷിക്കപ്പെടുകയാണ്. എന്നാൽ സാമ്പത്തിക വളർച്ചയുടെ ഫലമായി ഉണ്ടായ ഗൗരവതരമായ 2ാം തലമുറ വികസന പ്രശ്നങ്ങളെ കേന്ദ്രം കണ്ടില്ലെന്ന് അടിക്കുകയാണ്. ജീവിതശൈലി രോഗങ്ങൾ കൂടുന്നതും പ്രായമായവരുടെ അനുപാതം കൂടുന്നതുമൊന്നും കണക്കിലെടുക്കുന്നില്ല. സർ, സംസ്ഥാനത്തോടുള്ള അവഗണന ഡൽഹിയിലെ സമരത്തിലും സുപ്രീം കോടതിയിലും എത്തിയിരിക്കുന്ന നിലയ്ക്ക് അതിനെക്കുറിച്ച് ബജറ്റ് പ്രസംഗത്തിൽ പരാമർശിക്കാതെ പോകാൻ കഴിയില്ല. നികുതിയിൽ മാത്രമല്ല കേരളത്തിന് നീതി നിഷേധിക്കപ്പെടുന്നത്. കേന്ദ്രത്തിൻ്റെ തന്നെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നടപ്പ് വർഷം കേരളത്തിന് അനുവദിക്കേണ്ട വായ്പ എടുക്കാത്ത പബ്ലിക് അക്കൗണ്ടിൻ്റെയും മറ്റും പേരിൽ ധനകാര്യ വർഷത്തിൻ്റെ മധ്യേ വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്തത്. സർ, സംസ്ഥാനത്തിന് ലഭിക്കേണ്ട കേന്ദ്ര വിഹിതത്തിൽ 57,400 കോടി രൂപയുടെ വെട്ടിക്കുറവ് വരുത്തിയതിനെ സംബന്ധിച്ച് മുൻപേ പറഞ്ഞിട്ടുള്ളതാണ്. GST നഷ്ടപരിഹാരം നിർത്തലാക്കിയതിനെ തുടർന്ന് 12,000 കോടി, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡിൽ കുറവ് വന്ന് 8,400 കോടി, കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും വായ്പകളെ പൊതുകടമായി കണക്കാക്കിയതിലൂടെ കടപരിധിയിൽ വെട്ടിക്കുറവ് വരുത്തി 7,000 കോടി, പബ്ലിക് അക്കൗണ്ടിലുള്ള പണം പൊതുകടത്തിൽ ഉൾപ്പെടുത്തിയതിലുള്ള കുറവ് വന്ന 12,000 കോടി, 10ാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് 15ാം ധനകാര്യ കമ്മീഷനിലേക്ക് എത്തിയപ്പോൾ സംസ്ഥാനത്തിന് ഡിവിസിബിൾ പൂളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരുന്ന ശതമാനം 1.925 ആക്കി വെട്ടിക്കുറച്ചതിൻ്റെ ഭാഗമായി കുറവ് വന്ന 18,000 കോടി രൂപ. ഈ വെട്ടിക്കുറവ് വീണ്ടും വർദ്ധിച്ചു വരികയാണ്. ഇത്തരം പ്രശ്നങ്ങൾ കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായല്ലോ. സർ, ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ അധിഷ്ഠിതമായ കേരള വികസന മാതൃകയെ തകർക്കാനുള്ള ഗൂഢാലോചന ആണ് നടക്കുന്നത്. കേരളം കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും മറ്റ് സാധാരണ ജനങ്ങൾക്കും നൽകുന്ന നാനാവിധ ആനുകൂല്യങ്ങളും വിവിധങ്ങളായ ക്ഷേമപ്രവർത്തനങ്ങൾ മുടക്കണം. ക്ഷേമപ്രവർത്തനങ്ങൾ പെൻഷൻ വാങ്ങുന്നവരെയും റേഷൻ കടകളെയും സർക്കാർ ആശുപത്രികളെയും സപ്ലൈകോ ഔട്ട്ലെറ്റുകളെയും ആശ്രയിക്കുന്നവരെയും സംസ്ഥാന സർക്കാരിനെതിരെ തിരിച്ചുവിടണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തന്നെ എതിരായി തിരിച്ചുവിടുക എന്ന കുടിലബുദ്ധിയാണ് പ്രവർത്തിക്കുന്നത്. ഈ ആനുകൂല്യങ്ങൾക്ക് അർഹരാകുന്നത് പൊതുവിൽ തൊഴിലാളികളും ദരിദ്ര കൃഷിക്കാരും മറ്റ് അവശ്യ ജനവിഭാഗങ്ങളുമാണ്. അവരിലേറെയും ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവരും നിലനിർത്തുന്നവരുമാണ്. അവരെ തന്നെ അവരുടെ സർക്കാരിനെതിരെ തിരിച്ചുവിടാനാണ് ശ്രമിക്കുന്നത്. സർ, ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കാനല്ല, കാലോചിതമായി ഉയർത്താനാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ അന്തസത്ത. അതിനുവേണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തിക്കുന്നതും അധികാരത്തിലെത്തിയതും. ഈ ആനുകൂല്യങ്ങൾ നിലനിർത്താനും വർദ്ധിപ്പിക്കാനും സംസ്ഥാന സർക്കാരിൻ്റെ ഭരണഘടനാപരമായ അധികാരങ്ങളെയും അവകാശങ്ങളെയും സംരക്ഷിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയിട്ടാണ് ഡൽഹിയിൽ സമരം സംഘടിപ്പിക്കുന്നതും സുപ്രീം കോടതിയിൽ നിയമപോരാട്ടം നടത്തുന്നതും. ഇവ രണ്ടിലും മുഴുവൻ കേരളീയരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്.